ഈ മലയാളി നടിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ മൂടി പുതഞ്ഞ് അഭിനയിക്കൂ. തമിഴിൽ പോയാൽ അല്പ പൈസ കൂടുതൽ കിട്ടിയാൽ ഏത് തരം വേഷവും ചെയ്യും. ഉടുതുണി ഉരിഞ്ഞു വേണമെങ്കിലും അഭിനയിക്കും. നമ്മുടെ പാർവതി പാർവതി ജയറാം തമിഴ്നാട്ടിൽ പോയത് ശ്രദ്ധേയമാണ്. പൂവുക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി ജയറാം തമിഴിൽ എത്തിയത്. ത്യാഗരാജൻ നായകൻ. നന്നായി സെക്സിയായി തന്നെ പാർവതി ജയറാം ആ ചിത്രത്തിൽ അഭിനയിച്ചു. മറ്റൊരു നടി സുചിത്രയാണ്. സുചിത്ര നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി വന്ന നടിയാണ്. അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച ചിത്രമായിരുന്നു. സുചിത്ര പിന്നീട് ഗോപുരവാസലിലെ എന്ന ചിത്രത്തിലൂടെ തമിഴിലെത്തി. അതിൽ കാർത്തികൻ്റെ മുമ്പിൽ മാറിടങ്ങളുടെ സമൃദ്ധിയൊക്കെ പ്രകടിപ്പിച്ചു സുചിത്ര. പടം വലിയ ഹിറ്റായിരുന്നു. കാർത്തികിൻ്റെ വലിയ ഹിറ്റുകളിൽ ഒന്ന്. മലയാളത്തിൽ ഇറങ്ങിയ പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഗോപുരവാസലിലെ. ഇങ്ങനെ പല നടികളും. മീര ജാസ്മിൻ മലയാളത്തിൽ എന്താ പറയുക, ഉടുതുണി ഉരിയുകയില്ല. പക്ഷെ തമിഴിൽ ചെന്നപ്പോൾ ഉടുതുണി ഉരിഞ്ഞ് തന്നെ അഭിനയിച്ചു ഏകദേശം എല്ലാ ചിത്രങ്ങളിലും. മീര ജാസ്മിൻ്റെ നഗ്നത കണ്ട് തമിഴർ അന്തപ്പെട്ട് നിൽക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ദിവ്യ ഉണ്ണിയുടെ കഥയാണ്. ദിവ്യ ഉണ്ണി മലയാളത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിച്ച ഒരു നടിയാണ്. ഒരു മറവത്തൂർ കനവിൽ മമ്മൂട്ടിയുടെ നായികയായിരുന്നു. വർണ്ണപ്പകിട്ടിൽ സുരേഷ് ഗോപിയുടെ നായികയായിരുന്നു. ദിവ്യ ഉണ്ണിയുടേതായ ഒരു മാർക്കറ്റ് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. പ്രണയവർണ്ണങ്ങളിൽ സുരേഷ് ഗോപിയുടെ നായികയായിരുന്നു അവർ. അങ്ങനെ അവർ പല വിധത്തിലുള്ള മാർക്കറ്റ് ഉണ്ടാക്കി. ദിലീപിൻ്റെയൊക്കെ നായികയായി അവർ തകർത്തഭിനയിച്ചു. ജയറാമിൻ്റെ നായികയായി അഭിനയിച്ചു. കഥാനായകനിലാണെന്ന് തോന്നുന്നു ജയറാമിൻ്റെ നായികയായി അവർ അഭിനയിച്ചത്. പക്ഷേ തമിഴിലെത്തിയപ്പോൾ ദിവ്യ ഉണ്ണിക്കും കൈ പിഴച്ചു. തമിഴിൽ അവർ എത്തിയത് പാർത്ഥിപൻ നായകനായ സബാഷ് എന്ന ചിത്രത്തിലൂടെയാണ്. മികച്ച ത്രില്ലറാണ് സബാഷ്. ആ സബാഷിൽ പാർത്ഥിപന് മുമ്പിൽ വയറങ്ങ് തുറന്നു വെച്ചു കൊടുത്തു ദിവ്യ ഉണ്ണി. പൊക്കിൾ ചുഴിയിൽ പാർത്ഥിപൻ എണ്ണയിടുന്ന രംഗത്ത് വയറൊക്കെ അങ്ങ് കാണിച്ച് അഭിനയിച്ചു ദിവ്യ ഉണ്ണി. അത് ആ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് നൽകി എന്നുള്ളതും ശ്രദ്ധേയം. കാരണം ഈ ദിവ്യ ഉണ്ണിയൊന്നും തമിഴർ അങ്ങനെ കണ്ടിട്ടില്ല. മൂടി പുതഞ്ഞ് അഭിനയിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഉടുതുണി ഉരിഞ്ഞു എന്ന് മാത്രമല്ല, പാർത്ഥിപൻ പൊക്കിളിൽ എണ്ണയിടുമ്പോൾ അതിനനുസരിച്ച് വിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ദിവ്യ ഉണ്ണി. കാമാസക്തയാകുന്നുണ്ട് ദിവ്യ ഉണ്ണി. കാമാസക്തയുടെ വിചാരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ദിവ്യ ഉണ്ണി. അതൊക്കെയാണ് സബാഷിൽ കണ്ടത്. സബാഷ് പാർത്ഥിപൻ്റെ അവസാന ഹിറ്റാണെന്ന് പറയാം. പിന്നീട് പാർത്ഥിപൻ അഭിനയിച്ച ഒരു സിനിമയും ഹിറ്റായിട്ടില്ല. സബാഷ് എന്ന ചിത്രം ഒരു പ്രത്യേകതയുള്ള ചിത്രമായിരുന്നു. ഒരു നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ അഡാപ്ഷനായിരുന്നു എന്നത് ശരി, പക്ഷേ അത് നന്നായി കൈകാര്യം ചെയ്തു സംവിധായകൻ. അങ്ങനെ ദിവ്യ ഉണ്ണി അടക്കമുള്ള എല്ലാ നടിമാരും തമിഴിൽ പോയി കഴിഞ്ഞാൽ ഉടുതുണി ഉരിയും. ഉർവശി ഉരിഞ്ഞിട്ടുണ്ട് മുന്താണി മുടിച്ചു എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ. KR വിജയ തമിഴ് സിനിമയിൽ ഉടുതുണി ഉരിഞ്ഞിട്ടുണ്ട് പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൽ. ശ്രീവിദ്യ പല തമിഴ് സിനിമകളിലും ഗ്ലാമർ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. സുജാത പല തമിഴ് സിനിമകളിലും ഗ്ലാമർ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യ ഉണ്ണിയും ഗ്ലാമർ വേഷത്തിൽ തമിഴ് സിനിമയിൽ എത്തുകയും ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. സബാഷ് എന്ന സിനിമ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയായിരുന്നു. ഒരു പ്രത്യേക റിവഞ്ച് പ്രതികാരം പറയുന്ന ഒരു സിനിമയായിരുന്നു. ആ പ്രതികാരം പറയുന്ന സിനിമയിൽ സെക്സിയായി അഭിനയിക്കാനായിരുന്നു ദിവ്യ ഉണ്ണിയുടെ നിയോഗം. അതവർ നന്നായി നിറവേറ്റുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ തെന്നിന്ത്യൻ സിനിമയിലുണ്ട്, മലയാള സിനിമയിലുണ്ട്. ദിവ്യ ഉണ്ണി പിന്നീട് ഭരതൻ്റെ ചുരം എന്ന ചിത്രത്തിലും ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ച് അഭിനയിച്ചു. പക്ഷേ ചുരം 8 നിലയിൽ പൊട്ടി എന്നുള്ളത് യാഥാർത്ഥ്യം.
കാരണം സഭാഷിൽ കാണേണ്ടതെല്ലാം ദിവ്യ ഉണ്ണിയിൽ നിന്ന് എന്തൊക്കെ കാണേണ്ടതുണ്ടോ അതെല്ലാം സഭാഷിൽ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ചുരത്തിന് വലിയൊരു മൈലേജ് കിട്ടിയില്ല.